അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അൽഹംദുലില്ലാഹ്. പ്രിയ സുഹൃത്തുക്കളെ, ഖുർആനിലുള്ള ഈ ഒരു സൂറത്തില്ലേ, നമ്മൾ ആ ഒരു സൂറത്തിനെ ബഹുമാനിച്ച് സ്നേഹിച്ചുകൊണ്ട് പാരായണം ചെയ്താലുണ്ടല്ലോ, നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ഈ ഒരു സൂറത്ത് കൊണ്ട് മാറിക്കിട്ടും. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും മാറിക്കിട്ടും. ഒരു സൂറത്ത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അള്ളാഹു നമുക്ക് സാധിപ്പിച്ച് തരും. അത് ഉറപ്പാണ്. അള്ളാഹു ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും നടക്കൂല എന്ന് വിചാരിക്കുന്ന ആഗ്രഹങ്ങൾ നമുക്ക് സാധിപ്പിച്ചു തരും. ഈ ഒരു സൂറത്ത് കൊണ്ട് നമുക്ക് മദീന മണ്ണിൽ വരെ എത്താൻ സാധിക്കും. അത് ഉറപ്പാണ്. ഹബീബിൻ്റെ ചാരത്ത് നമുക്ക് എത്താൻ സാധിക്കും. എനിക്കറിയാവുന്ന ഒരു ഉമ്മ ഒരു മകനിക്ക് വേണ്ടിയിട്ട്, മകന് ഗൾഫിൽ പോയിട്ട് നല്ല ജോലിയില്ലായിരുന്നു. അപ്പോൾ അവന് തിരിച്ച് വന്ന് ഗൾഫിൽ നിൽക്കുന്നതേ അവനക്ക് താല്പര്യമില്ല, ആകെ പ്രയാസത്തിലായിരുന്നു. അപ്പോൾ ആ ഒരു ഉമ്മ ഈ ഒരു സൂറത്ത് നിയത്ത് വെച്ചിട്ട് ഒരുപാട് വട്ടം ഓതി. 3 ദിവസം ആക്കിയിട്ട് 21 വട്ടം, അതുപോലെ 7 ദിവസം ആക്കിയിട്ട് 41 വട്ടം, അതുപോലെ അങ്ങനെ 21 വട്ടം 41 വട്ടം മാറി മാറി നിയത്ത് വെച്ചിട്ട് ഓതി തീർത്ത്. അങ്ങനെ അവന് മനസ്സിൽ വിചാരിച്ച ജോലി കിട്ടും വരെ ആ ഉമ്മ ഓതി തീർത്ത്. അപ്പോൾ ദുആ ചെയ്യുകയും ചെയ്തു. അങ്ങനെ അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് എത്രയും പെട്ടെന്ന് ആ ഒരു മകനിക്ക് ജോലി കിട്ടുകയും ചെയ്തു. ആ ഒരു ഉമ്മ സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു മകനും ഉമ്മയും ആഗ്രഹിച്ചതിലപ്പുറം സാലറിയുള്ള ജോലി, പ്രയാസങ്ങളില്ലാത്ത നല്ലൊരു ജോലി ആ ഒരു മകന് കിട്ടുകയും ആ ഒരു മകൻ്റെ കല്യാണം കഴിയുകയും ഭാര്യയെ ഗൾഫിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. അൽഹംദുലില്ലാഹ്. ഇന്ന് ആ ഒരു ഉമ്മ എന്നോട് പറഞ്ഞത്, നിങ്ങൾക്ക് എന്താഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു സൂറത്തിനെ മുറുകെ പിടിച്ചോളി. കാരണം എൻ്റെ ജീവിതത്തിൽ അനുഭവമുള്ളതാണ്. എനിക്ക് ഈ ഒരു സൂറത്തിന് അത്രക്ക് വിശ്വാസമാണ് എന്നാണ് ആ ഒരു ഉമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്. അപ്പോൾ ആ ഒരു സൂറത്തിൻ്റെ മഹത്വം നമുക്കറിഞ്ഞൂടെ? ദുനിയാവിൽ തന്നെ ഒരുപാട് പേർക്ക് ഈ ഒരു സൂറത്ത് കൊണ്ട് ഫലം കിട്ടിയിട്ടുണ്ട്. അത്ഭുത ഫലം തന്നെയാണ് കിട്ടുക. നിങ്ങൾക്ക് ഉയർന്ന സാലറി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച ജോലി കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ഒരു സൂറത്ത് മുറുകെ പിടിക്കുക. ഡെയിലി പാരായണം ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ആഗ്രഹിക്കുന്ന നിയത്ത് വെച്ചിട്ട് 21 വട്ടോ 41 വട്ടോ 3 ദിവസം കൊണ്ടോ 5 ദിവസം കൊണ്ടോ 7 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 11 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 21 മാക്സിമം പോയാൽ ആ ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഓതി തീർക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് മനമുരുകി ദുആ ചെയ്യുക. നിങ്ങൾ ഓതാൻ തിരഞ്ഞെടുക്കുന്ന സമയം രാത്രി ആയാൽ, തഹജ്ജുദിൻ്റെ സമയവും സുബഹിൻ്റെ സമയവും ഒക്കെ ആയാലും മഗ്‌രിബിന് ശേഷമൊക്കെ ഉള്ള സമയമൊക്കെ ആയാൽ അത്രക്ക് ഫലം നിങ്ങൾക്ക് ഇരട്ടിയായിട്ട് കിട്ടും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ഓതേണ്ട സൂറത്താണ് ഫതഹ് സൂറത്ത്. ഫതഹ് സൂറത്ത് നിങ്ങൾ മുറുകെ പിടിക്കുക. നമ്മൾ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചെടുക്കാനാണെങ്കിൽ നിങ്ങൾ 21 വട്ടോ അല്ലെങ്കിൽ 41 വട്ടോ ഓതി ആഗ്രഹം നിയത്ത് വെച്ചിട്ട് ഓതുക. പിന്നീടും അത് ഓതി തീർക്കുക. അങ്ങനെ ഓരോ വട്ടമായിട്ട് ഓതി തീർത്തിട്ട് ദുആ ചെയ്താൽ ആഗ്രഹം ഉടനടി നടക്കും. നിങ്ങൾ ഈ ഒരു സൂറത്ത് നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ച് ഡെയിലി നിങ്ങൾ ഒരു വട്ടം പാരായണം ചെയ്താൽ മുത്തു ഹബീബിൻ്റെ പൊരുത്തം നിങ്ങൾക്ക് കിട്ടും. അള്ളാഹുവിൻ്റെ തൃപ്തി നിങ്ങൾക്ക് കിട്ടും. സ്വർഗത്തിൽ പോവാൻ ഈ ഒരു സൂറത്ത് കാരണമാകും. നിങ്ങൾ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രയാസം ഈ ഒരു സൂറത്ത് കൊണ്ട് മാറിക്കിട്ടും. ദാരിദ്ര്യം മാറിക്കിട്ടും. സമ്പത്ത് വർദ്ധിക്കും. നിങ്ങളുടെ ദുനിയാവിലും ആഖിറത്തിലുമായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും ഈ ഒരു സൂറത്ത് കൊണ്ട് പടച്ച റബ്ബ് നിങ്ങൾക്ക് സാധിപ്പിച്ചു തരും. ഈ ഒരു സൂറത്തിൽ പറയുന്നത് നമ്മുടെ ഹബീബിനെ കുറിച്ചാണ്. നമ്മുടെ ഹബീബിനെ കുറിച്ചിട്ട് അള്ളാഹു പറയുകയാണ്. നമ്മുടെ ഹബീബ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട, ഹബീബിന് ഒരുപാട് സൂറത്തുകൾ ഇറക്കി കിട്ടിയിട്ട് അതിലേറ്റവും കൂടുതൽ ഹബീബ് ഇഷ്ടപ്പെട്ട ഒരു സൂറത്താണ് ഈ ഒരു സൂറത്ത്. ഈ ഒരു സൂറത്തിനെ ഹബീബ് ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബിയോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താഗ്രഹമായിക്കോട്ടെ, ഭർത്താവിൻ്റെ അടുത്ത് ഗൾഫിൽ പോകാനായിക്കോട്ടെ, നിങ്ങളുടെ ദുനിയാവിലുള്ള എന്ത് ഹലാലായ ആഗ്രഹം നടക്കണമെങ്കിലും നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്ക്. ഇത് ഒരു ജീവിതത്തിൽ നമ്മുടെ ഈ ലോകത്ത് ഒരു ഉമ്മാക്ക് കിട്ടിയ ഒരു അനുഭവമാണ് ഈ ഒരു സൂറത്ത് കൊണ്ട്. ആ ഒരു ഉമ്മ ഒരുപാട് സന്തോഷവതിയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷവതിയാണ്. അതുകൊണ്ട് പാരായണം ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് തരിക. ഇതുപോലെ അറിവുകൾ മറ്റുള്ളവരിൽ ഷെയർ ചെയ്യുക.